ദിവസം നെറ്റ്വർക്ക് ചാനലിലൂടെ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്തിയിരുന്നു. അതായത് എടനാട് ഈസ്റ്റ് സ്റ്റോപ്പിൽ ഒരു ഫുട് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം തുടങ്ങി വെച്ചെങ്കിലും അത് പൂർത്തീകരിച്ചില്ല. ഇതുവഴി ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യാത്രക്കാരും ഉൾപ്പെടെ ജീവൻ കയ്യിൽ പിടിച്ചു വേണം ഈ ഒരു ദേശീയപാത കടക്കാൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വാർത്ത അധികാരികളിലേക്ക് എത്തുകയും അതിനിപ്പോൾ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. ഇന്ന് മുതൽ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ്. ഈ ഒരു നിർമ്മാണം തുടങ്ങിയ വിവരം അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നെറ്റ്വർക്ക് ഒരു വാർത്ത നൽകിയിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താണ് പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ? ആദ്യമായിട്ട് നെറ്റ്വർക്ക് ചാനലിനോട് നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് ഈസ്റ്റ് എടനാട് റെസിഡൻഷ്യൽ അസോസിയേഷൻ ഈറ എന്നറിയപ്പെടുന്ന ഞങ്ങളിവിടെ 40 കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഒരു ഇതാണ് ഈറയ്ക്ക് പ്രത്യേകം നന്ദി നെറ്റ്വർക്ക് ചാനലിനോടുണ്ട്. ഈ ഒരു ഫുട് വർക്ക് ഇവിടെ ഇത് ഓവർ ബ്രിഡ്ജ് വരാനുള്ള കാരണം ഈറയുടെ ശ്രമഫലമായിട്ട് കിട്ടിയതാണെന്ന് ഞങ്ങൾക്ക് പറയുന്നത് ഇവിടെ ആത്മാഭിമാനമുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇവിടെ മരണപ്പെട്ടതാണ്. ഒരു വണ്ടി ആക്സിഡൻറ്റ് മരണപ്പെട്ടു. കാരണം ഇത് ക്രോസ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം മരണപ്പെട്ടു. അപ്പോൾ ഇവിടെ ഒരു അണ്ടർ ബ്രിഡ്ജ് വരുമെന്നായിരുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. പക്ഷേ അണ്ടർ ബ്രിഡ്ജ് വന്നില്ല, അത് വരില്ല എന്ന് ഞങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ഈറയുടെ ഭാരവാഹികളെ മുൻ പ്രസിഡൻറ്റും മറ്റ് ഭാരവാഹികളും എല്ലാവരും കൂടി ചേർന്ന് എൻ്റെ അടുത്ത് നിൽക്കുന്ന വിജയൻ പഴയ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് നിവേദനം കൊടുത്ത് വളരെ ശ്രമഫലമായിട്ടാണ് ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് അനുവദിച്ചത്. പക്ഷേ അനുവദിച്ചിട്ടും മാസങ്ങൾ കഴിഞ്ഞിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ല. അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് വീണ്ടും ആശങ്കാകുലരായിരിക്കുന്ന സമയത്താണ് നെറ്റ്വർക്ക് ചാനലിൻ്റെ നിങ്ങളിവിടെ വന്ന് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തേടി. അപ്പോൾ ആ വാർത്ത വന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ അതിൻ്റെ വർക്കുകൾ നടക്കുന്നു. ഇന്ന് രാവിലെ ഒരു വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് വളരെ സ്പീഡിൽ മുന്നോട്ട് പോവുകയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർക്ക് ഗുണം കിട്ടുന്നതാണ്. കാരണം ഇവിടെ നിങ്ങൾക്കറിയാമല്ലോ, നൂറുകണക്കിന് കുട്ടികളല്ല, ആയിരക്കണക്കിന് കുട്ടികൾ, സെൻട്രൽ സ്കൂളിലെ കുട്ടികൾ, അതുപോലെ കുഞ്ഞുമംഗൽ ഹൈസ്കൂളിലെ കുട്ടികൾ, ഇവിടെ ഈ ഭാഗം മുഴുവൻ ജനനിബിഡമായ ഒരു പ്രദേശമാണ്. ഏകദേശം ആയിരക്കണക്കിന് വീടുകൾ തന്നെ ഈ പ്രദേശത്തുണ്ട്. ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത്, അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടി ആശ്രയിക്കുന്നത് 2 രാജ്യം പോലെയായി ഈ പ്രദേശം. അപ്പോൾ അപ്പുറത്തേക്ക് കടക്കണമെങ്കിൽ ഈ ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് വന്നാൽ മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അത് ഇപ്പോൾ എൻ്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തതിൽ ഞങ്ങൾ വളരെയധികം സന്തോഷവരാണ്. ഞങ്ങൾ അസോസിയേഷനെക്കുറിച്ചും പറയാൻ ഞങ്ങൾ സന്തോഷമുണ്ട്. ഞങ്ങൾ ഇവിടെ 15 വർഷമായി ഈ അസോസിയേഷൻ ഇവിടെ സ്ഥാപിതമായിട്ട്. ഈ അസോസിയേഷൻ സ്ഥാപിതമായതിനു ശേഷം നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഈ പ്രദേശങ്ങളിൽ വളരെ ഭംഗിയായ, നിങ്ങൾ അവിടെ വരികയാണെങ്കിൽ നല്ല പാതയോര പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രദേശത്തെ മുഴുവൻ ഹരിത ഭംഗിയായിട്ടുള്ള മനോഹരമായ ഒരു പ്രദേശമാക്കിയിട്ട് ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഒരിക്കൽ കൂടി ഈറയുടെ പേരിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്.